ചേച്ചി, ആരും മത്സരിക്കണ്ട. ഇതെന്റെ കാര്യല്ലേ, ഞാൻ പരീക്ഷ എഴുതും. ഇതൊരു മത്സരമായിട്ട് തന്നെ നീ കൂട്ടിക്കോ. ഇതെന്റെ ഒരു വാശിയാണ്. അവൻ പറഞ്ഞതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് അവനെ ഞാൻ അറിയിക്കും. അവൻ വാശിപ്പുറത്ത് ചെയ്യുന്നതാ. വെറുതെ കേസൊക്കെ ആക്കി അവനെ ദ്രോഹിക്കല്ലേ. അപ്പൊ ഈ മോഹൻ ചെയ്യുന്ന ദ്രോഹമൊന്നും അല്ലേ അമ്മ? ആവണി, നിന്റെ അടുത്ത എക്സാം എന്നാ നീ എന്നോട് പറയണം. ഞാൻ വരും നിന്റെ കൂടെ. ഇനി നിനക്കൊരു ഗവൺമെന്റ് ജോലി എന്നുള്ളത് എന്റെയും കൂടെ സ്വപ്നമാണ്. അത് നീ നേടിയിരിക്കണം. വരുന്നെങ്കിൽ വാ ഇങ്ങോട്ട്. എന്തോ നോക്കി നിൽക്കുവാ? അമ്മ, ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം. എന്നെ പരീക്ഷ എഴുതാൻ തടയുന്ന പ്രശ്നത്തിൽ അയാളുടെ പേരിൽ കേസൊന്നും വരില്ല. അത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം. പണ്ടത്തെ പോലെയല്ല ഇപ്പോ. എവിടെ പോന്ന്, എങ്ങനെ പോന്ന്, ആരുടെ കൂടെ പോന്ന് ഒന്നും അറിയില്ല. എങ്ങനെ ഉണ്ടാക്കിയ പൈസ കൊണ്ടായി ചോക്ലേറ്റ് വാങ്ങിയെന്ന് ആർക്കറിയാം? ഈ സ്ത്രീ വാങ്ങിച്ചിരുന്ന ഒരു സാധനവും കഴിക്കരുത്. മോളെന്തിനാ വന്നത്? അഞ്ചു അങ്ങനെ കണ്ടാലോ? അമ്മ കാണത്തൊന്നുമില്ല, റൂമിൽ കയറി കുറ്റിയിട്ടിരിക്കാം. മോക്ക് വിഷമായോ? വിഷമായി. വാണിയമ്മക്ക് വിഷമാവുന്നത് ഞാൻ കണ്ടു. എനിക്ക് വിഷമമൊന്നും ആയില്ലടാ. കള്ളൊന്നും പറയണ്ട. ചോക്ലേറ്റ് എവിടെ? ഈ ബാഗിലുണ്ട്. കഴിച്ചോ? മോൻ കഴിച്ചോ? ഇപ്പൊ ഹാപ്പി ആയോ? ഹാപ്പിയായി. നല്ലപോലെ പഠിക്കണേ. ഇപ്രാവശ്യം ജോലി കിട്ടണം. എന്നിട്ട് വേണം നമുക്ക് റിവെഞ്ച് ചെയ്യാൻ. മോള് പൊക്കോ. ഇനി അഞ്ചു എങ്ങാനും കയറി വന്നാ അത് മതി. ചെല്ല്. എന്തിന് തള്ളായിരുന്നല്ലോ താൻ. ഭാര്യനെ വരച്ച വരയെ നിർത്തും. പാവം സാധുമണിയാണ്. നാണമില്ലടോ വക്കീലേ. അവക്ക് പിടിപാടില്ലാത്ത സ്ഥലങ്ങളില്ല. വനിതാ കമ്മീഷൻ, വനിതാ സെല്ല്, പോരാത്തതിനും നാട്ടിലുള്ള പോലീസുകാരും മുഴുവൻ അവളുടെ പരിചയക്കാരാ. എന്തേലും തിരിച്ചു പറയാന്നാലേ ജയിലിൽ പോണ്ടി വരും. നിങ്ങളൊരു വക്കീലല്ലേ, വാദിക്കാൻ പാടില്ല. കോടതിയിൽ നിന്ന് ആരാണ് വക്കീല്? പുലിയാ. ഓ, അപ്പൊ ഇതും ഞാൻ ഇനി വിശ്വസിക്കണമായിരിക്കും. ഇത് നാം വിശ്വസിക്കണം. പിന്നെ ഭാര്യയെ പറ്റി പറഞ്ഞ കാര്യങ്ങള് ജീവിതത്തിൽ അങ്ങനെയൊക്കെ വേണമെന്നായിരുന്നു ആഗ്രഹം. അതൊന്നും നടക്കാത്തോണ്ട് ഞാനിങ്ങനെ പറഞ്ഞു നടന്നു. തൽക്കാലം പോട്ടെ. പിന്നെ ഞാനിപ്പോ ക്ഷമിച്ചതിന് കാര്യം വേറൊന്നുമല്ല. എനിക്ക് വക്കീലോട് സംസാരിക്കുമ്പോൾ മാത്രമോ ഒരു സമാധാനം. ചിരിക്കണ്ട മോനാ. ഈ രോമം എഴുന്നിട്ട് ഡാൻസ് കളിക്കാന്നൊക്കെ താൻ കേട്ടിട്ടില്ലേ? എനിക്ക് അങ്ങനെയാണോ തോന്നിയത്? താൻ സുധയെ വെല്ലുവിളിച്ചില്ലേ? അവളാകെ ചൂളിപ്പോയി. താൻ കലക്കി. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ